ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഓട്സ് കഞ്ഞിയാണ്. അത് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ വിശേഷപ്പെട്ട രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. എന്നാൽ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓട്സ് കഞ്ഞിയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ പോലും കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാട് ഗുണങ്ങളുണ്ട് ഓട്സ് കഞ്ഞിക്ക്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 സ്പൂൺ ഓട്സാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടപ്പത്ത് വയ്ക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ രാത്രിയിലെ ഭക്ഷണമായിട്ടാണ് ഓട്സ് കഞ്ഞി ഉണ്ടാക്കുന്നത്. വ്യായാമം ചെയ്തിട്ടും ഭക്ഷണം നിയന്ത്രിച്ചിട്ടും ഒന്നും വണ്ണം കുറയുന്നില്ല എന്ന് പറയുന്നവരോട്, അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരോട് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഓട്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ രാത്രിത്തെ ആഹാരത്തിൽ ഓട്സ് കഴിക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഓട്സ് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ പലരും നേരിടുന്നൊരു പ്രശ്നമാണ് കഞ്ഞി ഉണ്ടാക്കി കഴിയുമ്പോൾ അത് കട്ട പോലെ ആയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു പരിഹാരം. 4 സ്പൂണൊക്കെ നമ്മൾ ഓട്സ് എടുക്കുമ്പോൾ ഒരു 1.5-1.25 ഗ്ലാസ്സൊക്കെ വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വെള്ളം കൂടുതൽ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ഓട്സ് കഞ്ഞി ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇലക്കറികളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വേണമെങ്കിൽ ഇത്തിരി ക്യാരറ്റോ ബീൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ കറികളൊന്നും ചേർത്തല്ല കഴിക്കാൻ പോകണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം. ഞാനിവിടെ ബീൻസ് കറി വേറെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് വെജിറ്റബിൾസ് ചേർക്കാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ചതച്ച മുളക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അത് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റൊക്കെ അനുസരിച്ച് നമുക്ക് ചതച്ച മുളക് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ഓട്സിൽ ചതച്ച മുളക് ഇട്ട് കഴിക്കുന്നത് നല്ല ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓട്സ് കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കറി ഇല്ലെങ്കിൽ നമുക്കൊരു കഴിക്കാൻ തോന്നും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കറിവേപ്പില നമ്മുടെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കറിവേപ്പില നമുക്ക് ആഹാരത്തിൽ ഇതേപോലെ ആഡ് ചെയ്തൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ ചതച്ച മുളകിന് പകരം വേണമെങ്കിൽ കാന്താരി മുളക് അരിഞ്ഞ് ചേർക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു ടേസ്റ്റിനായിട്ട് നമ്മൾ ഒരല്പം തേങ്ങാപ്പീര ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ചേർക്കണമെന്നില്ല. തേങ്ങാപ്പീര അധികം കഴിക്കാൻ പാടില്ലാത്തവർക്കൊക്കെ അതൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് മാത്രമായിട്ട് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ കുറച്ച് എക്സ്ട്രാ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നതാണ്. ഇപ്പോൾ സിമ്പിളാണ്. ഇതിന് പ്രത്യേകിച്ച് വേകേണ്ട കാര്യങ്ങളോ കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓട്സ് കഞ്ഞി ഉണ്ടാക്കി. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? രാത്രിയിൽ നാം പൊതുവേ അധികം കട്ടിയില്ലാത്ത, ദഹിക്കാനൊക്കെ എളുപ്പമുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതാണ് നല്ലതെന്നാണ്. അപ്പോൾ നമ്മൾ ഓട്സ് കഴിക്കുമ്പോൾ ഇതിൽ ധാരാളം നാരുകളുണ്ട്. അത് ദഹന പ്രക്രിയ നന്നായിട്ട് എളുപ്പത്തിൽ നടക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓട്സ് കഴിക്കുന്നത് കൊണ്ടുള്ള മറ്റുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. ദഹന പ്രശ്നങ്ങളൊന്നുമില്ല. അതപ്പോൾ നമുക്ക് നല്ല സ്ലീപ്പ് കിട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ സുഖകരമായിട്ടുള്ള ഉറക്കത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ദഹനം കൂടി. അപ്പോൾ അതെല്ലാം നല്ല ക്ലിയറായിട്ട് നടക്കുന്നത് കൊണ്ട് സുഖമായിട്ട് നമുക്ക് ഉറങ്ങാം. അതുപോലെ ഗ്യാസ്, അസിഡിറ്റി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉറക്കത്തെ ബാധിക്കുന്ന കാര്യമാണ്. അതുപോലെ നെഞ്ചിരിച്ചിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ടും കൂടി നമ്മൾ ഓട്സ് അത്താഴത്തിൽ അല്ലെങ്കിൽ രാത്രിയിലെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കുറക്കാൻ പറ്റും. അതും വളരെ നല്ലതാണ് ഓട്സ് കഴിക്കുന്നത് മൂലം. നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യത്തിന്, അതുപോലെ തന്നെ സ്ട്രോക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ടും നമ്മൾ ഈ ഓട്സ് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ നല്ല രീതിയിൽ അകറ്റാൻ പറ്റും. രാത്രി സുഖമായിട്ട് വിശ്രമിക്കാൻ പറ്റും. നല്ല ഉറക്കത്തിനും മാനസികാരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഓട്സ് കഴിക്കുന്നത്. നമ്മളിവിടെ ഓട്സ് കഞ്ഞി വെറുതെ വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. വിദേശ രാജ്യങ്ങളിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ പാലും ഒക്കെ ചേർത്തിട്ട് ഓട്സ് പ്രിപ്പയർ ചെയ്തിട്ടാണ് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓട്സ് എല്ലാ പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ
മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓട്സ് കഞ്ഞി ഉണ്ടാക്കി കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓളൊന്നുകൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.